ബ്രൊക്കോളി കൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു മസാല റോസ്റ്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മസാല റോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രൊക്കോളി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ കോളിഫ്ലവറൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി നമ്മൾ കോളിഫ്ലവറൊക്കെ ഇതിലായിട്ട് എടുക്കുമല്ലോ, അതുപോലെ എടുത്താൽ മതി. എടുത്തതിന് ശേഷം ഒന്ന് കഴുകുക, ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകുക. അതിനുശേഷം നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. കൂടുതൽ നേരം തിളപ്പിച്ച് വേവിക്കരുത്. ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി. അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ വെളുത്തുള്ളി ഒന്ന് ഈ ജീരകം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള പെട്ടെന്ന് വയന്ന് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് വയന്ന് കിട്ടും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. സവാള ഒന്ന് പകുതി വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കുക കേട്ടോ. നമ്മൾ സവാളയിലേറെ കൂടുതൽ തക്കാളി വേണം കേട്ടോ അളവിൽ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സവാള ഒന്നെടുക്കുമ്പോൾ തക്കാളി 2 എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. ആദ്യം മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൗഡർ 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതുവരേക്കും ഉപ്പ് ചേർത്തിട്ടില്ല. തുടക്കത്തിൽ തന്നെ സവാള ചേർക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വയന്ന് കിട്ടും. ആ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനും തക്കാളി നല്ലപോലെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാനും നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബ്രൊക്കോളി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ബ്രൊക്കോളി ഈ മസാലയും എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് ഈ മസാലയൊക്കെ ബ്രൊക്കോളിയിൽ നല്ല പൊതിഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ വേവ് ഉണ്ടാവുള്ളൂ, ഇതിലേറെ കൂടുതൽ വേവൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. ബ്രൊക്കോളി കിട്ടുന്ന സമയത്ത് എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.